My precious children of God, I welcome all of you to this program and I greet each one of you in the mighty name of our Lord and Savior Jesus Christ. വിലയേറപ്പെട്ട ദൈവമക്കളെ, ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശക്തിയുള്ള നാമത്തിൽ നിങ്ങൾക്ക് സ്നേഹവന്ദനം. Today the Lord has given to us to meditate. It's from John 14:14. യോഹന്നാന്റെ സുവിശേഷം 14:14 കർത്താവ് ഇന്ന് ധ്യാനത്തിനായി നമുക്ക് നൽകിയിട്ടുള്ളത്. The Lord Jesus says, if you ask anything in my name, that is in the name of Jesus, he says, I will do it. എന്റെ നാമത്തിൽ, അതായത് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾ എന്ത് ചോദിച്ചാലും ഞാനത് ചെയ്തു തരുമെന്ന് യേശു പറഞ്ഞു. And 1 John chapter 5 verse 14 says, this is the confidence that we have in God, that if we ask anything according to his will, he hears our cry. 1 യോഹന്നാൻ 5:14 പറയുന്നു, അവിടുത്തെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവിടുന്ന് നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവിടുത്തോടുള്ള ധൈര്യമാകുന്നു. So my friends, whatever you want to ask the Lord in prayer, you have to ask in his name. നാം ദൈവത്തോട് പ്രാർത്ഥനയിൽ എന്തെങ്കിലും യാചിക്കുന്നുണ്ടെങ്കിൽ അത് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ യാചിക്കണം. In the name of Jesus Christ, I want this blessing. That's how you have to pray. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എനിക്ക് ഈ അനുഗ്രഹം വേണം. ഇങ്ങനെയാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. In Exodus chapter 6 verse 3, പുറപ്പാട് പുസ്തകം 6-ാം 3 വാക്യത്തിൽ I appeared to Abraham, Isaac and Jacob as God Almighty. ഞാൻ അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും സർവശക്തനായ ദൈവമായി ഞാൻ പ്രത്യക്ഷപ്പെട്ടു. This Lord is a great God. നമ്മുടെ ദൈവം മഹാനാണ്. You have to ask him in his name, the Lord, have mercy upon me. കർത്താവിന്റെ നാമത്തിൽ നാം ദൈവത്തോട് കരുണയ്ക്കായി അപേക്ഷിക്കണം. He is God Almighty. അവിടുന്ന് സർവശക്തനായ ദൈവമാണ്. Judges 13:18 if you read, there was a man called Samson. ന്യായാധിപന്മാർ 13:18 ശിംശോൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് പറയുന്നുണ്ട്. And he asked the Lord, what is your name? അവിടുത്തെ നാമം എന്താണെന്ന് അവൻ ദൈവത്തോട് ചോദിച്ചു. Not Samson, but his father asked the Lord, what is your name? ശിംശോനല്ല, ശിംശോന്റെ പിതാവാണ് ചോദിച്ചത്, നിന്റെ പേര് എന്താണ്? The Lord God Almighty replied unto him and said, it's wonderful. കർത്താവ് മറുപടി പറഞ്ഞു, എന്റെ നാമം അതിശയ നാമം. Yes, my friends, his name is wonderful. അതെ, അവിടുത്തെ നാമം അതിശയ നാമമാണ്. John 16:24 says, you have to just ask him in the name of the Lord. യോഹന്നാൻ 16:24 പറയുന്നത് നിങ്ങൾ കർത്താവിന്റെ നാമത്തിൽ യാചിക്കണമെന്നാണ്. And you will receive everything from him and your joy will be full. സകലതും അവിടുത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിക്കുകയും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുകയും ചെയ്യും. Matthew 7:11 says, whatever you ask him, the Lord will give you whatever goodness and mercy you need. He'll supply all your need in a beautiful way. മത്തായി 7:11 പറയുന്നത്, നിങ്ങൾ കർത്താവിനോട് യാചിക്കുന്നതെന്തും സകല നന്മകളും അവിടുന്ന് നൽകിത്തരുമെന്നാണ്. Yes, God will supply more than you want or you ask the Lord. നിങ്ങൾ ആഗ്രഹിക്കുന്നതിലും ചോദിക്കുന്നതിലും ഉപരിയായി ദൈവം നിങ്ങൾക്ക് നൽകിത്തരും. That's what we read in Ephesians 3:20 also. എഫെസ്യർ 3:20 അത് തന്നെയാണ് നാം വായിക്കുന്നത്. Shall we ask him right now? നമുക്കിപ്പോൾ തന്നെ ചോദിക്കാം. Come, let us pray. നമുക്ക് പ്രാർത്ഥിക്കാം. Father, we come unto thee to receive all your blessings. പിതാവേ, അവിടുത്തെ സകല അനുഗ്രഹങ്ങളും പ്രാപിക്കുവാനായി അവിടുത്തെ സന്നിധിയിലേക്ക് ഞങ്ങൾ വരികയാണ്. You have said, ask and it shall be given unto you. യാചിപ്പീൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടുമെന്ന് പറഞ്ഞുവല്ലോ. Here your children are crying, Father. നിന്റെ മക്കൾ ഇവിടെ കരഞ്ഞു യാചിക്കുകയാണ്. They are telling all their needs before you. അവിടുത്തെ സന്നിധാനത്തിൽ അവരുടെ ആവശ്യങ്ങളെ വയ്ക്കുകയാണ്. As your promise, supply all the needs. അവിടുത്തെ വാഗ്ദത്ത പ്രകാരം സകല ആവശ്യങ്ങളെയും മാനിക്കണമേ. You are a prayer answering God. പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്ന ദൈവമല്ലോ. Hear the cry of your children. നിന്റെ മക്കളുടെ കരച്ചിൽ കേൾക്കണമേ. Supply all their needs. ആവശ്യങ്ങളെല്ലാം മാനിക്കണമേ. Fulfill everything in an abundant measure. അവർക്ക് ധാരാളമായി കൊടുത്ത് അവരുടെ ആവശ്യങ്ങളെ അവിടുന്ന് മാനിക്കുമാറാകണമേ. Touch them, Lord. Everyone receive the blessing of God in a beautiful way right now. അവരെ ഇപ്പോൾ തന്നെ സ്പർശിച്ച് അനുഗ്രഹിക്കണമേ.
Thank you, Lord, for hearing their prayers. പ്രാർത്ഥന കേട്ടതിനായി അവിടുത്തേക്ക് നന്ദി കർത്താവേ. Thank you, Lord. നന്ദി. We give you all glory. മഹത്വം അവിടുത്തേക്ക് തരുന്നു. In Jesus' name we pray. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. Amen. ആമേൻ.